നമ്മുടെ ഇവിടെ IT-ലൊക്കെ വർക്ക് ചെയ്യുന്ന പിള്ളേർക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ 50,000 1 ലക്ഷം രൂപയൊക്കെ സാലറി കിട്ടുന്നുണ്ട്. അവരവരുടെ ചെലവൊന്ന് കുറച്ച് 75% അവർ സേവ് ചെയ്യാൻ തുടങ്ങി 75% അഗ്രസീവ് ആയിട്ട് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ഒരു 10 വർഷത്തിനുള്ളിൽ റിട്ടയർമെന്റ് എടുക്കാൻ പറ്റും. ഫയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്തിനാ ചെയ്യണം എന്നുള്ളതാണ് എന്റെ ഒരു കാര്യം പറഞ്ഞത്. കാരണം നമ്മുടെയൊക്കെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ജോലിയാണ്. അല്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ ജോലി നിർത്തി ഫുൾ വെക്കേഷൻ എന്നുള്ള രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോർ അടിച്ചൊരു വഴിക്കാവില്ലേ. അപ്പൊ അല്ലെങ്കിൽ ഫയർ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പർപ്പസ് നമുക്ക് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നല്ലതാണ്. അതല്ലാതെ വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട് എനിക്കറിഞ്ഞൂടെ ഇപ്പോഴത്തെ പല ആൾക്കാരുടെയും ഫയർ മൂവ്മെന്റ് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല, ഞാൻ പേഴ്സണലി പറഞ്ഞത്. കാരണം നമ്മൾ രണ്ടുപേർക്കും എന്തൊരു ഇഷ്ടത്തോടെ നമ്മൾ ജോലി ചെയ്യണത് പറ്റുമെന്ന് വെച്ചാൽ ഈസി ആയിട്ട് പറ്റും. ഫോർമുല വളരെ സിമ്പിൾ ആണ്. ആദ്യം തന്നെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് വൃത്തിയായിട്ട് ഒരു ശമ്പളം ഉണ്ടാക്കുന്ന ഒരു ജോലിയിലെത്താം. 75% വൃത്തിയായിട്ട് ലോങ് ടൈമിലേക്ക് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക, ഒരു മിനിമലിസ്റ്റിക് ആയിട്ട് ജീവിക്കാൻ പഠിക്കാം.